ഇവനെ ആദ്യമായിട്ട് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ സാധാരണ കുഞ്ഞ് ഇതേപോലെയുള്ള പപ്പീസിനെയൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ വലിയ ഡോഗായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു? ആദ്യം വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളർത്താൻ? എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യം അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് മേത്ത് കയറി, പിന്നെ ലീസ് അവർ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ലീസ് ഇട്ടിട്ട് ലീസിന്റെ കൈ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്നെ ഒന്ന് മണപ്പിച്ച് നോക്കി. പിന്നെ ആള് സെറ്റാ. നമ്മള് ലീസും പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നടക്കും. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉപദ്രവകാരിയൊന്നുമല്ലായിരുന്നു? ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു വന്നപ്പോ തന്നെ. അമ്മയ്ക്ക് ഭയങ്കര പേടി, നല്ല പേടിയായിരുന്നു. പിന്നെ അമ്മ പതുക്കെ സീറ്റൊക്കെ കൊടുത്തു തുടങ്ങി. ഇപ്പൊ ആള് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ തലയിലൊക്കെ ഒഴിഞ്ഞു നോക്കി ആണുങ്ങാണ്ട് ഇങ്ങനെ ഇനി ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കിടക്കും. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമായി. ഇപ്പൊ അമ്മയൊക്കെയാണ് ഫുഡൊക്കെ കൊടുക്കണേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എറണാകുളത്ത് മിക്കതും ഇവരും നോക്കാം. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ സിംബ, പാവം സിംബ. അപ്പോൾ സിംബയുടെ മക്കളുണ്ടോ ഇവിടെയൊക്കെ ഓടി കിടക്കുന്നത്? നമുക്ക് കാണിക്കാം. പിന്നെ നമ്മുടെ ഡോറേനെ ഒന്ന് പുറത്തേക്ക് ഇറക്കുമോ? സിംബ കുറച്ച് ഭീകരൻ, അങ്ങനെ ഹ്യൂമൻ അഗ്രഷൻ ഇല്ലെങ്കിലും അനിമൽ അഗ്രഷൻ ഉണ്ട്. അതായത് പുറത്തുനിന്ന് വേറെ സാധനങ്ങളൊന്നും ബൗണ്ടറിയുടെ ഉള്ളിൽ കയറ്റില്ല, അനിമൽസിനെ ഒന്നോട്ട് വരില്ല. രണ്ടുപേരും അതെ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറയ്ക്കും, അല്ലാണ്ട് വലിയ ആൾക്കാരുടെ അടുത്ത് വലിയ പ്രശ്നമില്ല. കുറയ്ക്കും, വെച്ചുണ്ടാക്കും എന്നുള്ളത് തന്നെ ഉള്ളൂ. എങ്ങനെയുണ്ട് ശരിക്കും ആ ഗാർഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി? നല്ല രീതിയിൽ കുറയ്ക്കും. ആൾക്കാർ വന്നാൽ നല്ല അടിപൊളിയായിട്ട് കുറയ്ക്കും. പക്ഷെ അങ്ങനെ രണ്ടുപേരും കുറയ്ക്കും. അക്രമം അങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഇല്ല ആൾക്കാരെ. പക്ഷെ അനിമൽസിനെ, അതായത് ഇപ്പൊ കാക്ക, കിളികള്, അങ്ങനത്തെ സാധനങ്ങളൊന്നും കേട്ടില്ല. എലി, അങ്ങനെ എന്ത് സാധനം അനിമൽസ് എന്ത് വന്നാലും ഭയങ്കര അഗ്രഷനാണ്. അപ്പൊ ഇവൻ നേരെ കൂട്ടിലേക്ക് പോട്ടെ. കുടി കയറി. ബാബു ചേട്ടന് ഈ ഇവനെ പിറ്റ്ബുളിനൊക്കെ ആദ്യം ഇപ്പൊ ലീവിനൊക്കെ നാട്ടിൽ വന്നപ്പോ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? പേടി ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ നായ്ക്കളെയൊന്നും പേടി ഉണ്ടായിരുന്നില്ല. ധൈര്യവാനായിരുന്നു, ഒരു പേടിയിലായിരുന്നു. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നാട്ടിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് അവനടുത്ത് വന്ന് സംസാരിച്ച് പോയില്ലെങ്കിൽ അവൻ പിണങ്ങും. പിണങ്ങി ഈ നമ്മുടെ നാട്ടില് ആളുകൾ പിണങ്ങുന്ന പോലെ തന്നെ ആരോടും മിണ്ടാതെ ഇങ്ങനെ മാറി കിടക്കൂലേ, അതേമാതിരി അവൻ ഒരു മൂലയ്ക്ക് പോയി കിടന്നിട്ട് ഇങ്ങനെ നോക്കി കിടക്കുള്ളൂ. നമ്മുടെ അറ്റാച്ച്മെന്റ് ആണ്. ആളുടെ അടുത്ത് സംസാരിച്ചിട്ടേ വീടിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ് അവന്റെ നേച്ചറാണ്. പിന്നെ അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുഡ് ബോയ് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഉടനെ കൂടിന്റെ അരികില് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഒന്ന് തടവി കൊടുത്ത ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. ഓക്കെ, ഇവിടെ എല്ലാവരും ഇവരെ പുന്നാരിച്ചോണ്ടാ നടക്കണേ. ബ്രൗൺ ഐസ് ആണ് ഇത്. ബ്രൗൺ ഐസ്, ഗോൾഡൻ ബ്രൗൺ ഐസ് ആണ്. മറ്റേത് ഒരു ഗോൾഡൻ ബ്രൗൺ ഐസ് ആണ്. ഇതിന്റെ മറ്റേന്റെ ആണെങ്കിൽ ബ്ലൂ ഐസ്.